ഞാനിപ്പോൾ ഉള്ളതേ സീ ലെവലിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിലാണ്. ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റും അതുകൂടാതെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇതാണ് തുമ്പച്ചി കുരിശുമല. വ്യൂ പോയിൻ്റ് കാണിച്ചു തരട്ടോ. ആണ് ആ വ്യൂ പോയിന്റ്. എറണാകുളം ടൗണിന് ശേഷം 87 കിലോമീറ്റർ ഉണ്ട്. റൂട്ട് വരുന്നത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിലേക്ക് കയറി അശോക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറിയിട്ടാണ്. കട്ടപ്പന റൂട്ടിലാണ്. റോഡ് സൈഡിൽ നിന്ന് ഒരു 200 മീറ്റർ ഉയരത്തിലാണ്. അത്യാവശ്യം നല്ല കയറ്റമാണ്. പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ അനുസ്മരിക്കും വിധം അവിടെ കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും ചൊല്ലി കയറി കഴിഞ്ഞാൽ വലിയ ദൂരം തോന്നിക്കൂല. പിന്നെ ഒരു കൊച്ചു പള്ളിയുണ്ട്. 30 വർഷം പഴക്കമുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ ഇതിനു മുമ്പ് അവിടെ കപ്പേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ പുറകിലുള്ള വ്യൂ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. മലങ്കര ഡാമും മൂലമറ്റം പവർ ഹൗസും അതുകൂടാതെ കാഞ്ഞാറിൽ നിന്ന് വാഗമണിലേക്ക് പോകുന്ന റൂട്ടൊക്കെ കാണാൻ കഴിയും. പിന്നെ കൊച്ചിയിലെ രാത്രികാല കാഴ്ചകൾ കുറച്ച് കാണാൻ കഴിയുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രാവിലെയും വൈകിട്ടാണ് അവിടെ നല്ല സമയം. ഉച്ചക്കൊക്കെ നല്ല വെയിലാണ്. അതുകൂടാതെ തൊട്ടപ്പുറം ഒരു കാവുണ്ട്. അങ്ങോട്ട് ഞാനൊരു നടന്നു പോകാൻ ശ്രമം നടത്തി. പക്ഷേ ഒറ്റക്കായതിൻ്റെ പേരിൽ ചെറിയൊരു ഭയം തോന്നി. കാരണം ഒരു വീഴ്ചയും വീണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പള്ളിയിലും ഉത്തരവാദിത്തപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നടന്ന് കണ്ട് എല്ലാം മനസ്സിലാക്കി. അതുകൂടാതെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് ആ കാവ് കണ്ടത്. പള്ളിയോട് ചേർന്ന് തന്നെ ഇത്തിരി താഴ്ന്നായിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി നോക്കിയിട്ട് കാണാനില്ല. ലാസ്റ്റ് ഞാനൊരു വഴി കണ്ടെത്തി. അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ കാല് തെന്നി അപ്പുറത്തേക്ക് വീണാൽ ആരും അറിയില്ല ഞാൻ അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. വേറെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് ശ്രമം നടത്തിയാനെ. പിന്നെ ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണിക്കാനുണ്ട് നിങ്ങളെ. അപ്പോൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം.